മണ്ണ് മാറ്റിയുള്ള പരിശോധന അവിടെ തുടങ്ങിയ എത്ര ആഴത്തിലാണ് ഇട്ടിരിക്കുന്നത് അതൊന്നും കൃത്യമായ വിവരം ഇയാൾക്കും അറിയില്ല. എത്ര അടി താഴ്ചയിലുണ്ട്, ഏകദേശം കണക്കുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി മാത്രമായിരിക്കും ഈ ജോലികൾ ചെയ്യുക. അതായത് മൃതദേഹത്തിന് മറ്റേ വെട്ട് ഏൽക്കാത്ത രീതിയിൽ മൃതദേഹം ഇപ്പോൾ തന്നെ ഒരാഴ്ചയിലധികം ആയതുകൊണ്ട് തന്നെ ജീർണിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് ആ മൃതദേഹം ജീർണിച്ച അവസ്ഥയിലുള്ള മൃതദേഹം യാതൊരുവിധമായ ഇപ്പോൾ നിലവിൽ വെട്ടലൊന്നും കൊള്ളാതെ ഒന്നുമില്ലാതെ വീണ്ടെടുക്കാനുള്ള ജോലികളാണ് ആരംഭിച്ചിട്ടുള്ളത്. അവിടെ കറുത്ത ടാർപോളിൻ ഉപയോഗിച്ച് പൂർണ്ണമായി മൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആ വീടിന്റെ ചുറ്റുവട്ടമുള്ള വീടിന്റെ മുകളിലൊക്കെ ആളുകൾ ഇത് കാണാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അവരെയൊക്കെ താഴെ ഇറക്കിയതിന് ശേഷമാണ് പോലീസ് മണ്ണ് മാന്തുന്ന ജോലികൾ ആരംഭിച്ചത്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹം പുറത്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു വലിയ നാടിനെയൊക്കെ നടക്കുന്ന രീതിയിൽ, അതായത് നമ്മൾ ഈ ദൃശ്യം സിനിമ വന്നതിന് ശേഷം ഒരുപക്ഷെ അതിനു മുൻപും സമാനമായ രീതിയിൽ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും, ആളുകൾക്കൊന്ന് കുഴിച്ചു മൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ദൃശ്യം സിനിമ ഇറങ്ങിയതിനു ശേഷം വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ആ സിനിമയിൽ നിന്നൊക്കെ ഉള്ളൊരു സിനിമ കണ്ട ഒരു പരിചയവും, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു കള്ളം ചെയ്യുമ്പോൾ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ഒക്കെയുള്ള കള്ളങ്ങളായിരിക്കാം നമ്മൾ വേഗത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരിക. ദൃശ്യമായതുകൊണ്ട് തന്നെ, ചലിക്കുന്ന ദൃശ്യമായതുകൊണ്ട് തന്നെ അത് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഓർമ്മ കൂടുതലായിരിക്കാം. അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വേഗത്തിൽ കടന്നു വരും. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു കൊന്ന് കുഴിച്ചു മൂടുക എന്നുള്ള ഒരു ഇൻസ്റ്റന്റേനിയസ്, വളരെ വേഗതയിൽ നമ്മൾ അത്ര ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ അത്ര ക്രിമിനൽ ഒരു ബുദ്ധിയൊന്നുമില്ലാത്ത ആളുകളൊക്കെ വേഗത്തിൽ ചെയ്യുന്നത് ഒരുപക്ഷെ കൊന്ന് വേഗത്തിൽ കുഴിച്ചു മൂടുക എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കാം. എന്തായാലും മൃതദേഹം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പാണ്. പ്രതി അത്തരത്തിലാണ് മൊഴി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മണ്ണ് മാന്താനുള്ള ജോലികൾ ആരംഭിച്ചു. പരമാവധി പോയാൽ 1 മണിക്കൂറിനകം തന്നെ മൃതദേഹം വീണ്ടെടുക്കാനാകും.